നീ ഇന്ന് എവിടെയായിരുന്നു? എന്തേ? പറ. ഞാൻ ഇന്ന് കൊടകരയിൽ ഒരു കേസിൻ്റെ ആവശ്യത്തിന് പോയി. പിന്നെ അതിന് ശേഷം കോർട്ടിൽ പോയി. എന്താ ചോദിച്ചേ? അല്ല, ഞാൻ എടപ്പള്ളിയിൽ നിന്ന് പോയിണ്ടായിരുന്നേ. എന്നെ കണ്ട പോലെ. എന്നെയാ? ഞാനെന്താ കുമ്പിടിയോ 2 സ്ഥലത്ത് ഒരേപോലെ കാണാൻ? വല്ല പെമ്പിള്ളേരെ വായ നോക്കി നടന്നുണ്ടോ? അതാ. പിന്നെ ആരടി എപ്പോഴാ വരുന്ന പെണ്ണ്? ആര്? എന്റെ വരവ് അത്ര ശരിയല്ലല്ല. തീരെ ശരിയല്ലാട്ടാ. നീ അത് അവളോട് പറഞ്ഞില്ലല്ലേ? താങ്ക്സ്. ഞാൻ ചെറിയ ഡൗട്ട് അടിച്ച കാരണം അങ്ങനെ പെരുമാറി. സോറി. ആ കുഴപ്പമില്ല കേട്ടോ. ആരാ ഒരു മിനിറ്റ്. സ്റ്റേഷനിൽ വെച്ച് കാണാൻ പറ്റില്ല, കാര്യം കുറച്ച് പേഴ്സണലാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കാകെ ഡൗട്ടായി. കാരണം വാട്സപ്പ് ഒക്കെ ഇങ്ങനെ ഇപ്പോൾ DP ആണല്ലോ. ഇനി പെണ്ണ് തന്നെയാണോ അത് നമ്മളിനി വല്ല പറ്റിക്കാൻ വേണ്ടിയിട്ടാണോന്ന് അറിയില്ലല്ലോ. എന്തായാലും നമുക്ക് ഒരു ഓംലേറ്റ് അയച്ചിട്ട് സംസാരിക്കാം. ചേട്ടാ, ഒരു ഡബിൾ ഓംലേറ്റ് പെട്ടെന്ന് കേട്ടാ. സാറേ, അവിടെ നിന്ന് സൂക്ഷിച്ചാൽ മതി ചില കാര്യങ്ങളിൽ. അവളുടെ കയ്യിൽ നിന്ന് പോകാതിരുന്ന വേറെ സീനൊന്നുമില്ല. കയ്യിൽ നിന്ന് പോകാതിരുന്ന അതിപ്പോൾ ഞാൻ എങ്ങനെ പറയാ? അവളിപ്പോഴും അവിടെ വരാറുണ്ടല്ലേ? അവൾക്ക് ഏകദേശം അവളെ ഇഷ്ടപ്പെട്ട മട്ട. താനൊന്ന് ഓർത്ത് നോക്കി, അവളെന്തെങ്കിലും കാര്യം ചെയ്യരുതെന്നോ ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അതന്നെ ചെയ്തു നോക്ക്. അവളെ രക്തരക്ഷിക്കാവുന്നതാണ്. ചേട്ടാ, ചേട്ടൻ എന്തൊക്കെ പറയണേ? ഇതെല്ലാം തുടങ്ങുന്നത് ഞാനെന്നാ ടോയ്ലറ്റ് ചെക്ക് ചെയ്തപ്പോഴാണ്. അതിൽ ഫ്ലഷ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ ലിവർ വലിച്ചപ്പോൾ പൊങ്ങി വന്നത് ആദ്യം മുറിഞ്ഞൊരു തലയാണ്. ഇത് താൻ വേറെ ആരോടും പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഇത് കേട്ട് ആരും ഇന്ന് ജീവനോടില്ല സാറേ. എന്താ അവൻ്റെ പേരെന്ന് പറഞ്ഞത്? അരുൺ. എടാ, ഞാൻ പറയുന്നതിനേക്കാൾ വലുതാണ് ഈ പറയുന്ന സത്യം. ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ നിന്റെ ഫാമിലി താമസിയാതെ മനസ്സിലാക്കും.